السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദന്മാർ, പ്രിയ മുഅ്മിനീങ്ങളെ, ആത്മീയ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാന ഹേതുവായ അറിവ് മഹാത്മ്യങ്ങളുടെ കലവറ എന്നതിനെ ആസ്പദമാക്കി ഒരൽപ്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാദം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽ ഇൽമു യുഅ്താ വലാ യഅതി. ഇൽമ് അത് തേടപ്പെടേണ്ടതാണ്, തേടി വരികയില്ല. സ്വന്തം മക്കളെ പഠിപ്പിക്കാനായി രാജാവ് ഹാറൂൻ റഷീദ് മാലിക് ഇമാമിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചതിന് മറുപടിയാണ് ഈ വാക്കുകൾ. ഒരു ആലിമായ വ്യക്തിയോട് പോലും തീക്ഷ്ണ സ്വരത്തിൽ പറയാൻ അദ്ദേഹത്തിനായെങ്കിൽ ഇൽമിന്റെ മഹത്വത്തെ പറ്റി നാം അറിയേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയെ മറ്റു ഘടകങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാക്കുന്ന ഒന്നായി ഇൽമിനെ നമുക്ക് തിരിച്ചറിയാം. അറിവിന്റെ പ്രാധാന്യം നമുക്ക് ഓതി തരുന്ന അതിന്റെ മഹത്വം അപരിധിയിലുള്ളവയാണ്. ഒരു വ്യക്തിക്ക് നിർബന്ധവും മൗലികവുമായ മേഖലയായ അറിവിനെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മഹത്വം എന്ന വാചകത്തിന് അർത്ഥമുണ്ടാകുന്നത്. മഹത്വവൽക്കരിക്കപ്പെട്ട പണ്ഡിതന്മാർ അതത് കാലങ്ങളിലെ സമൂഹത്തിന് സേവനം ചെയ്ത് വഴി കാട്ടിയതും ഇൽമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആ അറിവിന്റെ വാതായങ്ങളിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കുന്നവർക്കാണ് മഹത്വത്തിന്റെ കലവറ കൂട്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. വല്ല ഒരുത്തനും അറിവിന്റെ വാതായത്തെ ആഗതമാക്കിയാൽ സ്വർഗ്ഗം ആഗതമാകുന്നതിന്റെ തടസ്സം അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ്. അറിവ് കരസ്ഥമാകുന്നതിന്റെ പ്രാഥമിക ഘട്ടം മുതൽക്കേ മഹത്വത്തിന്റെ ഘടന ആരംഭിക്കുന്നു. എല്ലാ അറിവിനെയും പഠിച്ചെടുത്തവനല്ല യഥാർത്ഥത്തിൽ അറിവുള്ളവനെന്ന് പറയുന്നത്. മറിച്ച് തനിക്കുതകുന്നതായ മൗതികം പരമമായ അറിവിനെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നവനുമാണ് യഥാർത്ഥത്തിൽ അറിവ് സിദ്ധിച്ചവനായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അറിവിനെ തിരിച്ചറിയാത്ത, അറിവിനെ അവഗണിക്കുന്ന ഒരു പറ്റം ചിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നാം. ഇവിടെയാണ് ഖുർആനിക ചോദ്യം പ്രസക്തി യാചിക്കുന്നത്. ഖുൽ ഹൽ യസ്തവി അല്ലദീന വല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബി അങ്ങ് പറയുക, അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന്. വിദ്യ അഭ്യസിച്ചവനക്ക് അറിവില്ലാത്തവനെ വിഡ്ഢിയാക്കാൻ സാധിക്കുമെങ്കിൽ സമന്മാരാകൽ അർത്ഥപൂർണമല്ലെന്ന് നാം തിരിച്ചറിയുന്നു. യഥാർത്ഥത്തിലുള്ള അറിവിനെ പഠിച്ചെടുത്ത് തിരിച്ചറിവിനെ മുന്നിൽ കൊണ്ടുവന്ന് നാം അറിവുള്ളവരാകുക എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.